ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടന്നേക്കും. ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടന്നേക്കും. അമേരിക്കൻ പ്രതിനിധി സംഘം ഇന്ന് ഇസ്ലാമാബാദിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൌസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി ഇസ്ലാമാബാദിലെത്തി. എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും താൻ അത് കണ്ടിട്ടില്ലെന്നും ഡൊണാൾഡ് ട്രംപ് റോയിട്ടേഴ്സിനോട് ഫോൺ അഭിമുഖത്തിൽ വ്യക്തമാക്കി. മണിപ്പൂരിൽ നാഗ കുക്കി സംഘർഷം അതിരൂക്ഷം. അക്രമികൾ വീടുകൾക്ക് തീയിട്ടു. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. ഉഖ്രുലിൽ നാഗ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. ഇതോടെ വ്യത്യസ്ത ഏറ്റുമുട്ടലുകളിൽ ഇന്നലെ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. അക്രമികൾ വീടുകൾക്ക് തീയിട്ടു. ഇന്നലെ ഉഖ്രുലിൽ നാഗ വില്ലേജ് ഗാർഡ് അംഗം കൊല്ലപ്പെട്ടിരുന്നു. കാംജോങ് ജില്ലയിലെ ചാട്രിക് ഖുള്ളൈൻ സ്വദേശി ഹോർഷാക്മി ജമാങ് ആണ് കൊല്ലപ്പെട്ടത്. സിനകൈതയിൽ പട്രോളിംഗ് ഓപ്പറേഷനിടയിലായിരുന്നു സംഭവം. നാദാപുരത്ത് വിദ്യാർത്ഥി പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. പാമ്പ് കുത്തിയത് പാന്റിൽ. സംസ്ഥാനത്ത് പാമ്പ് ഭീതി ഒഴിയുന്നില്ല. കോഴിക്കോട് നാദാപുരത്ത് പാമ്പ് കടിയേൽക്കാതെ വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കലാച്ചി സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പാന്റിലാണ് പാമ്പ് കുത്തിയത്. CCTV ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ നിന്നും മറന്നുവച്ച സാധനങ്ങൾ എടുക്കുവാനായി എത്തിയപ്പോഴായിരുന്നു സംഭവം. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന പൂച്ചയെ കണ്ട് കാറിന് താഴെ പതുങ്ങിയിരുന്ന പാമ്പ് 11-കാരന് നേരെ വന്നടുക്കുകയായിരുന്നു. പാമ്പ് കടിയേറ്റ് വീണ്ടും മരണം. വീട്ടമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചത് ആലപ്പുഴ കുട്ടനാട്ടിൽ. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് വീണ്ടും മരണം. ആലപ്പുഴ കുട്ടനാട്ടിലാണ് പാമ്പ് കടിയേറ്റ് വീട്ടമ്മ മരിച്ചത്. വൈശ്യം ഭാഗം പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെ വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുൻപിൽ വെച്ചാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. നാട്ടുകാർ ഉടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ രാത്രി 9:30 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. AAP വിട്ടവർക്ക് ആപ്പ്. പാർട്ടി വിട്ട 3 MPമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാ ചെയർമാന് കത്ത് നൽകുവാൻ AAP. പാർട്ടിക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ച് പാർട്ടി വിട്ട് BJPയിലേക്ക് പോയ MPമാർക്കെതിരെ നീക്കവുമായി ആം ആദ്മി പാർട്ടി. ആം ആദ്മി വിട്ട് BJPയിലേക്ക് പോയ രാജ്യസഭാ MPമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുവാനാണ് പാർട്ടിയുടെ നീക്കം. രാഘവ് ചന്ദ്ര, അശോക് മിത്തൽ, സന്ദീപ് പഥക് എന്നിവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുമെന്ന് സഞ്ജയ് സിംഗ് MP അറിയിച്ചു. 7 രാജ്യസഭാംഗങ്ങളാണ് AAP ബന്ധം ഉപേക്ഷിച്ച് BJPയിലേക്ക് ചേക്കേറുന്നത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാമ്പ് കടിയേറ്റാൽ ഉടനടി 108 വിളിക്കണം. ആന്റിവെനമുള്ള ആശുപത്രിയിൽ അവർ കൃത്യമായി എത്തിക്കും. നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് തുടർച്ചയായി മരണങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിൽ DMOമാരുടെ യോഗം വിളിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അത്യാഹിത വിഭാഗങ്ങളിൽ എത്തുന്ന രോഗികൾക്ക് പാമ്പ് കടി ഏറ്റിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കണം എന്നാണ് നിർദ്ദേശം. എല്ലാ ആശുപത്രികളിലും ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചു. പാമ്പ് കടിയേറ്റാൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റിവെനമുള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.